അടുത്തതാണ് R2R ലാഡർ ഡാക്ക്. R2R എന്ന് പറയുമ്പോൾ ഈ ഭാഗം നോക്കിയാൽ പഴയതുപോലെ തന്നെ ഒരു ഓപ്പാൻ വരയ്ക്കുന്നു, നെഗറ്റീവിലോട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. മറ്റേ അടുത്ത് നമ്മൾ നീളത്തിൽ വരയ്ക്കത്തില്ലായിരുന്നു, അതിന് പകരം റെസിസ്റ്റേഴ്സ് ഉണ്ട് ആ ലൈനിൽ. ഇവിടെ പഴയതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് ഇങ്ങോട്ടുണ്ട്. എല്ലാ റെസിസ്റ്ററിൻ്റെ അടുത്ത് ഓരോ ഗ്രൗണ്ടും കൊടുത്തിടും, എല്ലാ റെസിസ്റ്ററിൻ്റെ അടുത്ത് ഓരോ V റെഫറൻസും കൊടുത്തിടും. അപ്പോൾ 1 ആണെങ്കിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യും, 0 ആണെങ്കിൽ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യും. അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഏറ്റവും ലാസ്റ്റിലൊരു റെസിസ്റ്റർ ഇങ്ങനെ കൊടുത്തിടും. ഇവിടെ എഴുതിയേക്കുന്നതാണ് R, ഇവിടെ എഴുതിയേക്കുന്നത് 2R. ഇത് R, ഇത് 2R, ഇത് R, ഇത് 2R. എക്സ്ട്രാ ഒരു 2R ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ. ഇങ്ങനെയാണ് R2R നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ പറയേണ്ടത്, ഇത്രയും ഭാഗത്തിനെ എടുത്ത് അവർ ഈ ഒരു സർക്യൂട്ട് വെച്ച് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ നോക്കിക്കേ, ഇത് രണ്ടും പാരലൽ അല്ലേ. അപ്പോൾ അത് രണ്ടിൻ്റെ റിസൾട്ട്, ഇത് 2R, ഇത് 2R, അതിൻ്റെ റിസൾട്ട് R. ആ ഒരു റിസൾട്ടും ഇതും തമ്മിൽ സീരീസ് അല്ലേ, അപ്പം 2R. ആ ഒരു 2Rഉം ഇതും പാരലൽ അല്ലേ, അപ്പോൾ R. ആ ഒരു Rഉം ഇതും സീരീസ് അല്ലേ, അപ്പം 2R. ആ ഒരു 2Rഉം ഇതും പാരലൽ അല്ലേ, അപ്പോൾ R. അപ്പോൾ അതാണ് ഈ എഴുതിയേക്കുന്നത് 2R, 2R, R. ഇപ്പോൾ ഈ സീഡ് അടുത്തുള്ള വോൾട്ടേജ് കാണണം. സീഡ് അടുത്തുള്ള വോൾട്ടേജ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് ഇതേ, വോൾട്ടേജ് ഡിവൈഡഡ് റൂൾ. അതാണ് എഴുതിയേക്കുന്നത്. ടോട്ടൽ വോൾട്ടേജ് -3R ഇൻറ്റു 2/3R. ഇതിൻ്റെത് 2/3R ആണേ. ഇത് രണ്ടും പാരലൽ വരുമ്പോൾ എങ്ങനെയാണ്? 2R ഇൻറ്റു R/2R പ്ലസ് R, 2/3 ഡിവൈഡഡ് ബൈ ഈ 2R പ്ലസ് 2/3R. അതായി എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സംഭവം കിട്ടും. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ ഈ വോൾട്ടേജിൻ്റെ കൂട്ടത്തിൽ നമ്മൾ -RF/RI ചെയ്യണ്ടേ. -RF എത്രയാണ്? 2R. RI എത്രയാണ്? R. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, -RF/RI. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് VR/2 എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. VRന് പകരം VFS എന്ന് എഴുതാം, V ഫുൾ സ്കെയിൽ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ. വേവ് ഫോം നമ്മൾ ഇത് തന്നെ വരച്ച് വെച്ചാൽ മതി. 0 0 0 0 0 1 0 1 0 വെച്ച് നമുക്കിങ്ങനെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനലോഗ് ഔട്ട്പുട്ടായി.